ഹലോ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജ്യോതിർഗമയ ആരംഭിക്കുന്നു. ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞം ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ SKN40 രണ്ടാം ഘട്ടമാണ്. ലഹരിക്കെതിരെ നമ്മൾ തുടങ്ങി വെച്ച പോരാട്ടം തുടരുകയാണ്. നാടിൻ്റെ ഓരോ കോണിൽ നിന്നും വലിയ പിന്തുണയാണ് ഈ SKN40 രണ്ടാം ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത്ര കൂടുതൽ സ്വാധീനം ലഹരി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ ഇത്രയും വലിയൊരു അവകാശവാദം ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞമെന്ന് പറയാൻ കാരണം 30 ദിവസങ്ങൾ നമ്മൾ കേരളത്തിലുടനീളം നടന്നു എന്നത് മാത്രമല്ല, 14 ജില്ലകളും കവർ ചെയ്തെന്ന് മാത്രമല്ല, 10,000 സാക്ഷിയാക്കി നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു എന്നത് മാത്രവുമല്ല, കോഴിക്കോട് നമ്മൾ വളരെ 1,00,000 ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സമാപന പരിപാടി സംഘടിപ്പിച്ചു എന്നതുകൊണ്ടൊന്നും മാത്രമല്ല, കേരളത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ നമ്മുടെ ശ്രമത്തിന് കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല, വലിയൊരു ചുവടുവയ്പ് കൂടി വേണം എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ജ്യോതിർഗമയ തുടങ്ങുന്നു. ഈ പരിപാടി തത്സമയം പ്രേക്ഷകരിലേക്ക് വരികയാണ്. 2 മണിക്കൂർ ദൈർഘ്യത്തിൽ ഇപ്പോൾ തുടങ്ങുന്ന ഈ പരിപാടി 1 മണിക്ക് അവസാനിക്കും. എനിക്കൊപ്പം പ്രജിൻ സി കണ്ണനും ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നു. വെൽക്കം ഹാഷ്മി ആൻഡ് പ്രജിൻ. വെൽക്കം ഹാഷ്മി. കാര്യങ്ങളൊക്കെ വണ്ണം പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ പ്രജിൻ തീർച്ചയായിട്ടും ഓക്കെ പ്രജിൻ ആകുമ്പോൾ വേണമെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഈ ബോധവൽക്കരണത്തിന്റെ ബോറൊക്കെ ആൾക്കാർക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നാൽ ബോറാന്ന് പറയുമല്ലോ ആൾക്കാർ. കുറെ നേരം ഇങ്ങനെ ഈ സ്പോക്കൺ വേർഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗദ്യത്തിൽ നിന്ന് മാറി നമ്മൾ ചിലപ്പോൾ പദ്യത്തിലേക്ക് മാറും. പാട്ട് ബോറാന്ന് പറയുമോ എന്നാണ്. അപ്പൊ നമ്മൾ മറ്റേ അല്ലേ, അതെ, പാട്ടല്ലേ ലഹരി. അതെ, പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു ലഹരി. ഹാഷ്മിയുടെ കയ്യില് ഡാൻസ് ഉണ്ട്. ഹാഷ്മിയുടെ ഡാൻസ് ഓക്കെ. അപ്പോൾ SK നമ്മൾ ഈ കാലത്തിനനുസൃതമായ ഒരു പോരാട്ടം നമ്മൾ ഏറ്റെടുത്തു. അതിൻ്റെ ആദ്യഘട്ടം കഴിയുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ പ്രകടമായി തന്നെ സർക്കാർ ഇടപെടലും അല്ലാതെയും കാണുന്നുണ്ട്. പറയാൻ പേടിക്കുന്ന പലരും തുറന്നു പറഞ്ഞു തുടങ്ങുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വരുന്നു. അതും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ആൾക്കാർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്. വലിയ ഐക്യദാർഢ്യം അറിയിക്കുന്നുണ്ട് SK കേരളത്തിന്റെ നാനാഭാഗത്തുനിന്ന്. വലിയ സന്തോഷം. വളരെ സന്തോഷകരമായ പ്രജിൻസി കണ്ണൻ, നമുക്ക് നമ്മുടെ ഒന്നാം ഭാഗം അല്ലേ, അത് പ്രേക്ഷകരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കാര്യം അത്രയും കൂടുതൽ വലിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായത്. രണ്ടാം ഘട്ടത്തിനും വലിയ പിന്തുണയാണ്. നമ്മൾ ശരിക്കും ഇത് 24 മാത്രം പരിപാടിയായിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ എത്രമാത്രം ഒരു വലിയ ഉദ്യമത്തിലാണ് ഉള്ളത് എന്ന കാര്യം ബോധ്യപ്പെടുന്ന ദിവസങ്ങൾ കൂടിയാണ് കടന്നുപോയത്. കാരണം SKN40 ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ അമ്മമാരുടെ പരാതികൾ, അവരുടെ ദുഃഖങ്ങൾ, അതായത് മകനെക്കുറിച്ചുള്ള വലിയ ഭീതികൾ, അതൊക്കെ അവർ പറയുന്നത് കേട്ടതാണ്. അല്ലെങ്കിൽ അങ്ങനെ സംഭവം നടക്കുമോ എന്നൊക്കെ ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇതാ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് ആലുവയിൽ ഒരു വാർത്ത. ആലുവ സംഭവം നമ്മളെ ഷോക്കേൽപ്പിച്ചു. ഒരു മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ നിരന്തരമായി പീഡിപ്പിച്ച അമ്മ സഖികെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി എന്നുള്ളതായിരുന്നു വാർത്ത. അതുപോലെ ഒരു കോഴിക്കോട് നിന്ന് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു, മകളെ ഗർഭിണിയാക്കി പിതാവ്. അപ്പോൾ ഇതൊക്കെ തന്നെ പലതിൻ്റെയും അടിസ്ഥാനപരമായ കാരണം അന്വേഷിക്കുമ്പോൾ മയക്കുമരുന്നിൻ്റെ സ്വാധീനം മാരകമായ MDMA പോലുള്ള മയക്കുമരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് നമ്മൾ മലയാളിയുടെ ഭാഷ പറഞ്ഞ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പോകുന്നു എന്നുള്ള ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത കൂടി വരുമ്പോൾ നമ്മുടെ ബോധവൽക്കരണ യജ്ഞം അതിൻ്റെ തീമുകളൊക്കെ കടന്ന് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മോട് പറയുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിങ്ങൾക്കറിയാം SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു ഈ സംരംഭം ആരംഭിച്ചത്. ലഹരി വലയത്തിൽപ്പെട്ട മനുഷ്യ തുറന്നു പറച്ചിലുകളുമായി ഈ പരിപാടിയിൽ എത്തിയിരുന്നു. ലഹരി വിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള കലാപരിപാടികളും കുട്ടികൾക്കൊപ്പം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം 24 തുടരുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ബോധവൽക്കരണത്തിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തുമ്പോൾ തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ കലാപരിപാടികളും നമ്മളിതിൻ്റെ ഭാഗമായി ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മൾ കടന്നു വന്ന ലഹരി വിരുദ്ധ പരിപാടിയിലൂടെ വീണ്ടും ഒന്ന് തിരിഞ്ഞു നടക്കുന്നു. ഹലോ പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. വളരെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം നമുക്ക് ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN40 രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. ഏറ്റവും അവസാനത്തെ MDMA കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കമിടുകയാണ്. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടിയാണ് ജ്യോതിർഗമയ. വിദ്യാർത്ഥികളെ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ജ്യോതിർഗമയയുടെ മുഖ്യ ലക്ഷ്യം.
കോളേജുകളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന ബോധവൽക്കരണ പരിപാടിയാണ് ജ്യോതിർഗമയയുടെ ഭാഗമായി 24 ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ജ്യോതിർഗമയ ഉദ്ഘാടനം ചെയ്തത്. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി 2ാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മുറിബീഡിയിൽ നിന്ന് ലഹരി ഉപയോഗിച്ചു തുടങ്ങി ഉന്മാദത്തിന്റെ പല അവസ്ഥകളിലൂടെ കടന്നുപോയി ഒടുവിൽ ലഹരി വിരുദ്ധ പ്രചാരകനായ സ്വാലിഹിന്റെ കഥയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലഹരി കാരണം 18 വയസ്സിൽ കുറ്റവാളിയായി ജയിലിലെത്തിയ ആളായിരുന്നു സ്വാലിഹ്. കാരണം അന്ന് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. ചെറിയ ഈ പറയുന്ന റോഡ് സൈഡിൽ കിടക്കുന്ന ബീഡി കുറ്റികളും കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന കുറ്റികളിൽ നിന്ന് സിഗരറ്റിലേക്ക് എത്തി. അത് പിന്നെ ഒരു ബീഡിക്ക് നിറച്ച് കഞ്ചാവ് നിറച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് തന്നെ ലാസ്റ്റ് MDMA എത്തി. അവസാനം 18ാമത്തെ വയസ്സിൽ ഒറ്റപ്പാലം സബ് ജയിലിനുള്ളിൽ കയറി ചെല്ലുന്നത്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിച്ച അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള ഇടുക്കി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേതുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ 24-നൊപ്പം ചേർന്നു. പാട്ടും വർത്തമാനവുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. ജ്യോതിർഗമയ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. പ്രചാരണം ശക്തമാക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് വിട്ടുവീഴ്ചകളില്ലാതെ തുടരും. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ചലിക്കേണ്ടതുണ്ട്. ജ്യോതിർഗമയ തുടരുകയാണ്. കാതങ്ങൾ സഞ്ചരിക്കാനുണ്ട്. അതിനുള്ള ഊർജവുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ആഷ്മി, നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ ഒരു വാക്കത്തോൺ രാവിലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന് നമ്മുടെ ഈ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുക. ഹായ് ശ്രീ രമേശ് ചെന്നിത്തല, ഗുഡ് മോർണിംഗ്. അപ്പോൾ നാട് മുഴുവൻ അവബോധമാണ്. നാടിന് ഭീഷണിയായ ലഹരിക്കെതിരായ പോരാട്ടത്തിലാണ്. നേരത്തെ എസ് പറഞ്ഞതുപോലെ മുൻ പ്രതിപക്ഷ രമേശ് ആദ്യം മുതൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി നമ്മുടെ ആദ്യഘട്ടത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ പ്രതികരണവുമായി ശക്തമായ ഭാഷയിൽ ഉണ്ടായിരുന്നു. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിച്ച പ്രൗഡ് കേരള വാക്കത്തോൺ ഇന്ന് രാവിലെ ഒരു 6 മണി 6 സമയത്തായിരുന്നു. വലിയ ജനപങ്കാളിത്തം അതിനുണ്ടായി. കോൺഗ്രസ്സുകാർ മാത്രമല്ല, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പാർട്ടിക്കാർ മാത്രമല്ല, 5 ജില്ലകൾ പിന്നിട്ട് ആലപ്പുഴയിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ ഭേദമന്യേ 100 കണക്കിന് ആളുകൾ ആ വാക്കത്തോണിൽ പങ്കെടുത്തു എന്നതാണ് സന്തോഷം. അപ്പോൾ നമുക്ക് രാവിലെ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു കക്ഷിയുടെ പേരിൽ മാത്രമേ നടത്താതെ രമേശ് ചെന്നിത്തല മഹാമനസ്കനായി അദ്ദേഹം എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തി പല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തു. നല്ലൊരു കാഴ്ചയായിരുന്നു ആലപ്പുഴയിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ. 5 ജില്ലകൾ പിന്നിട്ടാണ് പ്രൗഡ് കേരള സമൂഹ നടത്തം ആലപ്പുഴയിലെത്തിയത്. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി സംഘങ്ങളെ തുരത്താൻ നാടിനെ ഒന്നിപ്പിക്കുക എന്നതാണ് സമൂഹ നടത്തത്തിന്റെ ലക്ഷ്യം. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ കേരള ജനതയെ ഒരുമിച്ച് ലഹരിക്കെതിരായി അണിനിരത്തുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ യൗവനം ഇങ്ങനെ കരിഞ്ഞു തീരേണ്ടതല്ല. നമ്മുടെ യൗവനം ഇങ്ങനെ നശിക്കേണ്ടതല്ല. ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിൽപ്പെട്ട് നമ്മുടെ കുരുന്നു മനസ്സുകൾ തകരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമാണ്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ MP എന്നിവർക്ക് പുറമെ മതമേലധ്യക്ഷന്മാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും പരിപാടിയുടെ ഭാഗമായി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ്. ഇത് ജനകീയ മുന്നേറ്റമാണ്. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള സമരമാണ്. രമേശ് ചെന്നിത്തല മുഖ്യ രക്ഷാധികാരിയായ പ്രൗഡ് കേരള എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമൂഹ നടത്തം സംഘടിപ്പിച്ചത്. 24 ആലപ്പുഴ. നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യജ്ഞം 24 ആരംഭിച്ചപ്പോൾ തന്നെ നമുക്കൊപ്പം സഞ്ചരിച്ച ആളാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ അദ്ദേഹം ഹരിപ്പാട് നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. താങ്കളുടെ രാഗത്തോണൊക്കെ നല്ല ഗംഭീരമായി നടന്നു പറയുമ്പോൾ വളരെ സന്തോഷം. നമ്മൾ ഇതിൻ്റെ 2ാം ഘട്ടം ജ്യോതിർഗമയ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? SK വളരെ സന്തോഷമുണ്ട്. അങ്ങാണ് ആദ്യമായി ഒരു യാത്ര തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച് കാസർഗോഡ് വരെ ലഹരിക്കെതിരെ നടത്തിയത്. ഞാൻ അന്ന് ആദ്യത്തെ ദിവസം കേരള യൂണിവേഴ്സിറ്റിയുടെ നേരെ മുൻപിലുള്ള റോഡിൽ അങ്ങയുടെ വണ്ടിയിൽ കയറി ആ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്.
ഇന്ന് കേരളത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയാണ്, രാസലഹരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ ലഹരിയ മാഫിയ പിടികൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അടിമകളാക്കുന്നു. അതിനെതിരെയുള്ള ഒരു പോരാട്ടം ഇന്ന് ഏറ്റവും അനിവാര്യമാണ്. സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് കഴിയില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ടിറങ്ങണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പദ്ധതി തയ്യാറാക്കി. നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം തന്നെ നിരവധി കോളേജുകളിലും സ്കൂളുകളിലും ഞങ്ങളോടൊപ്പം വന്നത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം പിന്നീട് കാര്യമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് കേരളം അതിഭീകരമായ നിലയിൽ ലഹരി മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു. പഞ്ചാബിനെ പോലെ കൊളംബിയയെ പോലെ കേരളം മാറുമോ എന്നുള്ള സന്ദേഹം ആളുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ഒരു രാഷ്ട്രീയവും ഞാൻ കാണുന്നില്ല. ഈ പ്രൗഡ് കേരളയുടെ നേതൃത്വത്തിൽ ഈ സമൂഹ നടത്തം ഞങ്ങൾ വാക്കത്തോൺ സംഘടിപ്പിച്ചത്. 6ാമത്തെ ജില്ലയായിരുന്നു ആലപ്പുഴയിൽ. വാസ്തവത്തിൽ 100 കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തു. എല്ലാ സമൂഹത്തിലും പെട്ട ആളുകൾ പങ്കെടുത്തു. അത് ഒരു പുതിയ സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. 24-നെയും ശ്രീകണ്ഠൻ നായരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളൊരു ക്രൂസൈഡ് എന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ അവബോധമുണ്ടാകും. അതിന് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. അതിന് ഏത് ഘട്ടത്തിലും അതുണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 24-നും SKയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. താങ്ക് യു രമേശ്. അങ്ങയുടെ വാക്കത്തോടും ഞങ്ങളുടെ പിന്തുണ എല്ലാവിധമായും ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്, തുടരുക തന്നെ ചെയ്യും. ശ്രീ രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ അരിപ്പാട് നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ നിന്നാണ് തത്സമയം ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്ത്. താങ്ക് യു ഓൺസ് അഗെയിൻ. ഇതൊന്നും മതിയാവുന്നില്ല രമേശ് ചെന്നിത്തല ഈ വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പ്രകൃതിയെ പറ്റി പറയും പോലെയാണ്. പിടിച്ചാലും തീരാത്ത ലഹരിയാണ്. എത്ര പിടിച്ചാലും തീരുന്നില്ല. പിന്നെയും കിലോ കണക്കിന് MDMA പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ എൻഫോഴ്സ്മെന്റ് കുറച്ചുകൂടി ശക്തമാക്കണം. ഇത് മതിയാവുന്നില്ല എന്നൊരു നിലപാടുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തല? തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ശക്തമാക്കണം. ഗവൺമെൻറ് കൂടുതൽ കാര്യക്ഷമതയോടെ ഇടപെടണം. പോലീസ് ഇടപെടണം. എന്നിട്ട് വേണം അത് ജനങ്ങളും ഒരുമിച്ച് ഇടപെടണം. ജനങ്ങളൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതിനെ തടയാൻ കഴിയുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ല. അത് ബോധവൽക്കരണം ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെൻറ്റ്, രണ്ടും കൂടി പാരലായി പോയാൽ മാത്രമേ ഈ ലഹരിയെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ. ജീവിതമാണ് ലഹരി എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാതിരിക്കാൻ ബോധവൽക്കരണം നടത്തുകയും അവർക്ക് മറ്റ് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഈ ഞങ്ങളുടെ വാക്കത്തോണിന് മുമ്പായി ഞങ്ങൾ ഫുട്ബോൾ മത്സരമുണ്ട്, മറ്റ് മത്സരങ്ങളുമുണ്ട്, പട്ടം പറപ്പിക്കൽ മത്സരം, അങ്ങനെ പല പരിപാടികൾ ഈ വാക്കത്തോൺ പ്രൗഡ് കേരള ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ കൾമിനേഷനാണ് ഈ യാത്ര ഒരു വാക്കത്തോണായി എല്ലാ ജില്ലയിലും നടത്തുന്നത്. അപ്പോൾ ഇതിൽ 100 കണക്കിന് കുട്ടികളും രക്ഷകർത്താക്കളും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതാണ് ഞാൻ SK അഭിനന്ദിച്ചത്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീകണ്ഠൻ നായർ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനെ കേരള സമൂഹം നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഈ ലഹരി എന്ന് പറയുമ്പോൾ എപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മദ്യം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എതിർക്കപ്പെടാത്തതെന്നുള്ളത്. ഇപ്പോൾ സർക്കാർ പോലും മദ്യനയം മാറ്റുന്നു. ഇപ്പോൾ കൂടുതൽ ഉദാരമായി അത് ലഭ്യമാക്കാൻ പോകുന്നു. ഓൺലൈനായി മദ്യം വിൽക്കാൻ പോകുന്നു, അത് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ആ നിലപാടിനോടും അതിനോടും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും മദ്യവും മയക്കുമരുന്നും രണ്ടും വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മളൊരു ഭാഗത്ത് കൂടുതൽ മദ്യഷാപ്പുകൾ ആരംഭിക്കുന്നു, ബാറുകൾ ആരംഭിക്കുന്നു, ബ്രൂവറി ആരംഭിക്കുന്നു, വൈനറി ആരംഭിക്കുന്നു. എന്നിട്ട് നമ്മൾ ലഹരിക്കെതിരെ സമരം നടത്തിയിട്ട് കാര്യമില്ല. രണ്ടും വേണം. ലഹരി എന്ന് പറയുന്നത് ജീവിതത്തെ കാർന്നു തിന്നുന്നു, ശരീരത്തിന് അപകടകരമാണ്, ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഗവൺമെൻറ്റും എന്ത് ചെയ്യണം? ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ വ്യാപനം കുറച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ.
മദ്യത്തിൻ്റെ വ്യാപനം കൂട്ടിക്കൊണ്ട് നമ്മൾ ലഹരിക്കെതിരെ സമരം ചെയ്താൽ ആരത് വിശ്വസിക്കും? ഒറ്റയടിക്ക് കുറയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് പ്രായോഗികമല്ല. ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരാനും ജനങ്ങളെ മദ്യാസക്തിയിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള നടപടികളുമാണ് വേണ്ടത്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. അവിടെയാണ് ഗവൺമെൻറ്റിന് കുറേ കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ഞാനത് പറയുമ്പോൾ അത് സർക്കാരിനെതിരെ പറയുകയല്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ബാറുകൾ കൂടുതൽ അനുവദിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് നിരക്കി നിർത്താനും മദ്യത്തിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ അവൈലബിലിറ്റിയും കുറച്ചുകൊണ്ട് വരാനുമുള്ള നടപടി അത്യാവശ്യമാണ്. അതുകൂടി ഉണ്ടെങ്കിലേ ഇത് ഫലപ്രദമാവുകയുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്ക് ഈ അവസരത്തിൽ ജ്യോതിർഗമയുടെ സംപ്രേഷണം ലോകമെമ്പാടുമുള്ള മലയാളികൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടിയുണ്ട്. ഒന്നാമത്, ഈ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ഒരു നീക്കം നടത്തുന്ന ചില മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ദേശീയ അന്തർദേശീയ ബന്ധങ്ങളുള്ള മാഫിയയാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഇതിൻ്റെ വേറിറക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചതാണ്. അപ്പോൾ അതിന് അവർക്ക് വലിയ സ്വാധീന ശക്തിയുള്ളവരാണ്. കോടികളുടെ ആസ്തികളുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ള വലിയ സംഘങ്ങളാണ്. നമ്മളാരും വിശ്വസിക്കാത്ത തരത്തിലുള്ള വലിയ മാഫിയകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ചെറിയ ആളുകളൊന്നുമല്ല. അവരെ നിയന്ത്രിക്കണമെങ്കിൽ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകണം, ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് നടപടി ഉണ്ടാകണം. ഈ മാഫിയകളെ അവർക്ക് വലിയ തോതിലുള്ള ശൃംഖലയുണ്ട്. നമ്മൾക്ക് താഴെ തലങ്ങളിൽ കാണുന്നത് ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ പിടിക്കപ്പെടുന്നത് ചെറിയ കാര്യങ്ങളാണ്. SK ഇവർ വലിയ അന്തർദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ക്രൈമിനും അതോടൊപ്പം തന്നെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനും ഒക്കെ പണം കൊടുക്കുന്ന വലിയ മാഫിയകളാണിത്. അപ്പോൾ ഇവരെ നിയന്ത്രിക്കണമെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ വളരെ ആസൂത്രിതമായ നീക്കമുണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ എയർപോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എയർപോർട്ട്, റെയിൽവേയിലൂടെ വരുന്നു, അതോടൊപ്പം തന്നെ ബസ്സുകൾ, ഇതെല്ലാം നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമാക്കുമായിരുന്നു. ഇത് നമുക്കറിയാൻ പറ്റും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അവിടെ അതിനെ ഇല്ലാതാക്കുക. അത് പോലീസ് വിചാരിച്ചാലേ പറ്റുള്ളൂ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ വിചാരിച്ചാലേ പറ്റുള്ളൂ. IB ഇൻ്റലിജൻസ് ബ്യൂറോ ഉപയോഗിക്കണം, സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സ്കൂളുകളുടെ മുറ്റത്ത്, അതാണ് ഏറ്റവും വലിയ അപകടം. സ്കൂളുകളുടെ മുറ്റത്ത് ഇത്, അല്ലെങ്കിൽ സ്കൂളുകളുടെ അടുത്ത് ചെറിയ കടകളിൽ ഇതൊക്കെ വിൽക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. മാരകമായ രാസലഹരി, അത് പ്ലാസ്റ്ററിൻ്റെ രൂപത്തിൽ, പൊട്ടിൻ്റെ രൂപത്തിൽ, നാക്കിന് അടിയിലിരുന്ന രൂപത്തിലൊക്കെ പല രീതിയിൽ ക്യാപ്സ്യൂളുകളായിട്ട് പോലും ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ സ്കൂളുകളുടെ മുമ്പിൽ വിൽക്കുന്നുണ്ട്. ഇതിനെ തടയണമെങ്കിൽ ശക്തമായ പോലീസ് ഇടപെടൽ ഉണ്ടാകണം, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇടപെടൽ ഉണ്ടാകണം, അതോടെ ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ സഹായം തേടണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ തടയാൻ കഴിയുള്ളൂ. കാരണം ഇത് വലിയ ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ. ഉറപ്പായി അത് ഈ പറഞ്ഞ മഹാവൃക്ഷം പോലെ നിൽക്കുന്നവരാണ്. അതിൻ്റെ കടക്കൽ കട്ട് വെട്ടിയിട്ടാൽ മാത്രമേ നമുക്ക് നിവൃത്തിയുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തല, അതിനിടയിൽ MA യൂസഫലിയുമായി ചേർന്ന് ഒരു പെൺകുട്ടിക്ക് തുടർപഠന സഹായം പോലെയുള്ള എന്തോ ഒരു പദ്ധതിയൊക്കെ അല്പസമയം മുമ്പ് നടന്നു എന്ന് കേട്ടു. എന്താണ് ആ പദ്ധതി, ശ്രീ രമേശ് ചെന്നിത്തല? അതാണ് എനിക്ക് അത് SKയുടെ സഹായം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഹരിപ്പാട് കരുവാറ്റായിൽ ലക്ഷ്മി S എന്ന് പറയുന്ന ആ കുട്ടി എൻ്റെ അടുക്കലുണ്ട്. ആ കുട്ടി സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പൈലറ്റ് ടെസ്റ്റ് എഴുതി. വളരെ പാവപ്പെട്ട വീടാണ്, വളരെ പാവപ്പെട്ട വീട്. ആ കുട്ടിയുടെ ആഗ്രഹമാണ് ഒരു പൈലറ്റ് ആവുക എന്നുള്ളത്. ആ കുട്ടി എൻ്റെ അടുക്കലുണ്ട്, എൻ്റെ അടുക്കലേക്ക് വരികയാണ് ആ കുട്ടി കഴിഞ്ഞ ദിവസം എന്നെ കണ്ടു പറഞ്ഞു, സാറേ എനിക്ക് പൈലറ്റ് ടെസ്റ്റ് എഴുതാൻ, ഞാൻ പൈലറ്റ് ടെസ്റ്റ് എഴുതി 4ാം റാങ്ക്, ഇന്ത്യയിൽ 4ാം റാങ്ക് ആ കുട്ടിക്ക് കിട്ടി, ലക്ഷ്മിക്ക്. പക്ഷേ 84 ലക്ഷം രൂപ വേണം 2 വർഷത്തേക്ക്. ആ റായ്ബറേലിയിലെ സിവിൽ ഏവിയേഷൻ ഈ പൈലറ്റ് കോഴ്സ് നടത്തുന്ന സ്ഥാപനത്തിൽ ഇതിന് അഡ്മിഷൻ കിട്ടി. ഒരു മാർഗവുമില്ല. ഞാൻ യൂസഫലിയെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ മാനേജർ പീതാംബരനെ ഇവിടെ അയച്ചു. 10 ലക്ഷം രൂപ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. അതുപോലെ സുരേഷ് ഗോപി 2 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എൻ്റെ വകയായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അപ്പോൾ എന്നാലും തീരുന്നില്ല, കാരണം ഈ കുട്ടിക്ക് 15 ലക്ഷം രൂപ അടയ്ക്കണം, എന്നാലേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കി മതി. നമ്മുടെ SKയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. തീർച്ചയായിട്ടും ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കിട്ടാൻ 15 ലക്ഷം രൂപ, എനിക്ക് തോന്നുന്നത് ഒരു അതിനടുത്തെത്തിയെന്ന് തോന്നുന്നു നിങ്ങളല്ലേ? അപ്പോൾ അതിൻ്റെ അരികിലേക്ക് നമ്മളൂടെ വരും. അന്ന് നമ്മളത് 15 ലക്ഷമാക്കി ആ കുട്ടിക്ക് പ്രവേശനം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു കൺഗ്രാജുലേഷൻസും കൊടുത്തേക്കാം രമേശ്. കൂടി ഇപ്പോഴുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് നാളെ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടും. അത് 24-ഉം SK അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ ജീവകാരുണ്യപരമായ ഞാൻ കൃത്യമായി ചോദിച്ചാൽ നമ്മൾ എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും? ഇപ്പോൾ 10, 12, 13 നിങ്ങൾ 2 ലക്ഷം കൂടെ കൊടുത്താൽ മതി. അത് സമ്മതിച്ചിരിക്കുന്നു. ആ കുട്ടിയോട് പറഞ്ഞേക്കൂ, താങ്കളുടെ അഭ്യർത്ഥന ഞങ്ങൾ ആദരിക്കുന്നു. ആ 2 ലക്ഷം രൂപ നമ്മൾ കൈമാറും. കുട്ടി ഇവിടെ അടുത്തുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആ കുട്ടിയെ കണ്ടു. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ കൊടുക്കുന്നു. കൊടുക്കില്ലല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ജ്യോതിർഗമയ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകത്ത് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും ഗ്രഹസദസ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ചില എൻ്റർടൈൻമെൻറ്റുകളും നമ്മുടെ പ്രതിഭാധനരായ കുട്ടികൾ അവതരിപ്പിക്കുന്ന ചില എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരണം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി ജനസമൂഹത്തെ മുഴുവൻ അണിനിരത്തി 24 അവതരിപ്പിക്കുന്ന SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ തുടരുകയാണ്. പ്രജിൻ, ഇനി നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? SK, നമുക്ക് അറിയുന്ന പോലെ ഈ ലഹരി വിരുദ്ധ യജ്ഞം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. തുടർച്ചയായ യാത്ര അല്ല, അതിന് പകരം ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തുന്ന അതെ അത് നടത്തും. ഇനിയിപ്പോൾ ചില സിമ്പോസിയങ്ങളുണ്ട്. അതുപോലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുള്ള വളരെ വിപുലമായ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ കോഴിക്കോട് മേഖലയിൽ നടന്ന പരിപാടിയിലേക്കാണ് ഇനി പ്രേക്ഷകർ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പരിപാടി DCP അരുൺ K പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ടോപ്പ് സിംഗർ ഫെയിം ഋതുരാജ് മുഖ്യാതിഥിയായിരുന്നു. മാത്രമല്ല നമ്മുടെ ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചയാണ് ഇനി പ്രേക്ഷകരിലേക്ക്. ഓക്കെ, അത് കാണാം. അരുത് അക്രമം അരുത് ലഹരി എന്ന മുദ്രാവാക്യവുമായി SKN നടത്തിയ കേരള യാത്രയുടെ രണ്ടാം ഘട്ടം ജ്യോതിർഗമയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത്. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി DCP അരുൺ K പവിത്രൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എന്തുകൊണ്ട് വിദ്യാർത്ഥികളിലേക്ക് ഈ ലഹരി മാഫിയ കടന്നെത്തുന്നു? വളരെ എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് വിദ്യാർത്ഥികൾ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരും ഇത്തരത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് അതിനോടൊരു നോ പറയാനും ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനൊക്കെ സാധിക്കുള്ളൂ. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പം നമ്മുടെ ലഹരി ജീവിതമാകണം എന്നുള്ളതാണ്, നമ്മുടെ ഇഷ്ടങ്ങളാവണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം അപകടത്തിലേക്ക് പോകും. നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമ്മളറിയാതെ പല ലഹരി ഓപ്പറേഷനും നടക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കുട്ടികളെയാണ് എന്നുള്ളതാണ്. കാരണം കുട്ടികളെയാണ്, നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുക. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരാൾ ചോക്ലേറ്റ് തന്നാൽ പോലും കഴിക്കരുത്. ഞങ്ങൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഒരു റിസർച്ച് വിങ് ഉണ്ടായിരുന്നു. ആ റിസർച്ച് വിങ്ങിന് ഓരോ പ്രദേശത്തു നിന്നും കിട്ടിയ രഹസ്യ വിവരങ്ങൾ അത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പ്രോസസ്സ് ചെയ്ത് സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവി രവതാ ചന്ദ്രശേഖരൻ സാറിനും കൈമാറി കഴിഞ്ഞു. അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. കാരണം അത്രമേൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഗായകൻ ഋതുരാജ് വിദ്യാർത്ഥികളിൽ ആവേശം നിറച്ചു. ശൂരൻ പടയുടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം, ധീരൻ പടയുടെ വാൻപൊടി ഏറ്റി കൊട്ടിക്കേറും താളം, ഇത് ഉള്ള കൊല്ലിക്കുന്നിൻ മേഘാവടി എന്തും മേളം, ഈ നക്കരയുള്ളവർ ഇക്കരയെത്തും തക്കിടലകിരടി വേളം, ഇത് മാമല മേലെ സൂര്യനുദിക്കും പുളിതിക്കതിനും വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വള്ളിത്തേരാണ്. മുരുകാരോഹര ഓ വേലായുധാരോഹര മുരുകാരോഹര ഓ വേലായുധാരോഹര. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മയക്കുമരുന്ന് കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരിയുടെ വലയിൽ ബലിയാടുകളാകുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് KP, ഹെഡ് മിസ്ട്രസ് ദീപാഞ്ജലി, PTA പ്രസിഡന്റ് മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി.
मितवा ये खुद से थोड़ा तो छुपा. ടീം 24 കോഴിക്കോട്. അപ്പോൾ നാട് മുഴുവൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നിറയുന്നു എന്നറിയുന്നതിൽ സന്തോഷം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആപത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുകയാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. ഒരുപാട് പേരുടെ മനസ്സിലേക്ക് വെളിച്ചമെത്തിക്കുന്ന യജ്ഞമാണ് ജ്യോതിർഗമയ എന്നും അനുഗ്രഹ സ്വഭാവത്തിൽ അനുഗ്രഹ ഭാഷയിൽ ഗോപിനാഥ് മുതുകാട് പറയുകയാണ്. SKN40 ഭാഗമായി കേരളത്തിലുടനീളം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ശക്തമായ ബോധവൽക്കരണ പരിപാടിയുമായിട്ട് 24 ന്യൂസ് ഇറങ്ങിയെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ SKN40 ഭാഗമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാം ഘട്ടം ജ്യോതിർഗമയ എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പരമാവധി സ്കൂളുകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മനസ്സിലേക്ക് വെളിച്ചം തെളിയിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് SKN40 ഭാഗമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്. കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികൾക്ക് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലേക്ക് യഥാർത്ഥ ചിത്രം, അതായത് ഈ മദ്യവും മയക്കുമരുന്നും വരുത്തി വയ്ക്കുന്ന വിനയുടെ ചിത്രം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രാമുഖ്യമേറുന്നൊരു കാര്യത്തിലേക്കാണ് 24 ന്യൂസ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് വളരുന്ന സമൂഹത്തിൽ പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വളരെയധികമുണ്ട്. മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനും മറ്റുമൊക്കെ ആയിട്ട് വീടുകളിൽ ആളുകൾ സംസാരിക്കുന്നില്ല, അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല, കുട്ടികളോട് സംസാരിക്കുന്നില്ല, കുട്ടികൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ കപട സ്നേഹം നയിച്ചുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് ഈ കുട്ടികളെ വലിച്ചെടുപ്പിക്കുകയും അവിടെ മദ്യവും മയക്കുമരുന്നും അവർക്ക് താൽക്കാലികമായിട്ട് വിളമ്പിക്കൊടുത്തുകൊണ്ട് അതിനകത്തേക്ക് അടിമകളാക്കുന്ന ഒരു വല്ലാത്ത പ്രവണത കാണുന്നുണ്ട്. ഈ ലോകം വലിയ ശക്തമാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ശക്തമായൊരു ലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ആ കുട്ടികൾ ഏത് വഴിക്കാണ് നയിക്കപ്പെടേണ്ടത് എന്ന ബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമാണ് ജ്യോതിർഗമയ. ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജ്യോതിർഗമയ എന്ന് പറയുന്ന ഈ പരിപാടിയുടെ കൂടെ എന്നാലാവും വിധം ഞാനും ഉണ്ടാവും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. അറിയുന്ന പോലെ രണ്ടാം ഘട്ടം അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ കണ്ടതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇന്ന് 2 മണിക്കൂർ ദൈർഘ്യത്തിലാണ് ഈ പരിപാടി പോകുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളി ജനസമൂഹത്തെ ഈ വലിയൊരു ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമാക്കുക എന്നതുകൂടിയാണ്. ഒരുപക്ഷെ നമ്മുടെ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞമായിരിക്കും ഈ പരിപാടി. എത്ര കൂടുതൽ ഒരു കൊല്ലം നീണ്ടുപോകുന്ന പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്ത് വില കൊടുത്തും, എന്ത് പൈസ ചിലവായാലും, എത്ര സമയം പോയാലും, എന്ത് നമുക്ക് മുഷിവ് തോന്നിയാലും നമ്മൾ ഈ ലഹരിയുടെ നാരായവരെ അറുത്തു വീഴ്ത്തും എന്ന ഒരൊറ്റ തീരുമാനത്തിലാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രൊജിന് താല്പര്യമുള്ള ഗസ്റ്റിലേക്കാണ്. അതെ, ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ലഹരിയല്ല, മറ്റെന്തുണ്ട് ബദലായി ജീവിതമാകണം ലഹരി. നമ്മുടെ ദീപതർമ്മണം പറഞ്ഞു. തർമ്മണം ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഏറ്റവും വലിയ സത്യമാണ്. അതെ അതെ, അത് മാത്രമല്ല SKN, നമുക്ക് സംഗീതം ഒരു വലിയ ലഹരിയാണ്. അത് ഓരോ നമ്മുടെ നാട്ടിൽ ഈ ഭാഷാഭേദം പോലെ തന്നെ ഓരോ നാടിനും അതിൻ്റെതായ ചില കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും രസമുള്ള ഒന്നാണ് ഈ വഞ്ചിപ്പാട്ട്. നമ്മുടെ ഈ ആറന്മുളയുടെ ഒരു സുഖം വഞ്ചിപ്പാട്ട്. അതെ, നമുക്ക് അതിലേക്ക് പോകണം. അതെ, ബോട്ട് റേസ് വരാൻ പോവാ. പൊളിക്കണം. സൺഗ്ലാസ് മസ്റ്റ്. പക്ഷെ അവിടുത്തെ വള്ളംകളിയും അവിടുത്തെ വള്ളപ്പാട്ടും ഇവിടുത്തെ വഞ്ചിപ്പാട്ടും വായ്ത്താരി തന്നെയാണ്. പക്ഷെ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. ഈണമൊക്കെ വ്യത്യാസമാണ്. പക്ഷേ അപ്പോൾ അതൊരു ലഹരിയാണ് എല്ലാവർക്കും, പ്രത്യേകിച്ചും ആറന്മുളക്കാർക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു നല്ല സന്ദേശവുമായാണ് തെക്കേമുറി പള്ളിയോടത്തിന്റെ വഞ്ചിപ്പാട്ടുള്ളത്. AV ജയശങ്കർ നമ്മളൊപ്പം ആ ടീമുണ്ട്. ജയശങ്കർ ആ ടീമിനൊപ്പം ചേരുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവരും അന്വേഷണം പറഞ്ഞേക്കുക. ജയശങ്കർ മുൻകൂർ സൺഗ്ലാസ് വെച്ചു. ഗുഡ് മോർണിംഗ് SKN. വള്ളത്തിനകത്താണ് ജയശങ്കർ ഉള്ളത്. അപ്പോൾ തുടങ്ങാം. ഗുഡ് മോർണിംഗ് SKN. പമ്പാ നദിയിലാണുള്ളത്. ഇവിടെ ഒരു സംഘം തുടങ്ങാം SKN. ആഷ്മി വിജയകുമാർ. കാരണം വലിയ ആവേശമാണ് ഇവിടെ ഉള്ളത്. ഈ വഞ്ചിപ്പാട്ടിൻ്റെ ഒപ്പം തന്നെ ആറന്മുള വള്ളസദ്യയുടെ ഒക്കെ ആവേശമുണ്ട്. ഇവർ നമുക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഈ ആറന്മുളയുടെ ഒരു ലഹരി എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടും ഈ വള്ളസദ്യ ഒക്കെ തന്നെയല്ലേ? ആറന്മുളക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന ഒരു 3 മാസക്കാലം വഞ്ചിപ്പാട്ടും വള്ളസദ്യകളൊക്കെയാണ് അവരുടെ ലഹരി. ഇവിടെ 25 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്തെ യുവാക്കളും പ്രായമുള്ളവരും മുഴുവൻ ആൾക്കാരും ഈ ഒരു കാലഘട്ടത്തിൽ ഈ വള്ളപ്പാട്ടിലും വഞ്ചിയിലും അതേപോലെ വള്ളസദ്യയിലുമാണ് പങ്കെടുക്കുന്നത്. അതിലെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും പെടുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ തെക്കേമുറി പള്ളിയോടത്തിനൊപ്പമാണുള്ളത്. ഇവർ നമുക്ക് വേണ്ടി വഞ്ചിപ്പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകമായി ലഹരിക്കെതിരെയുള്ള ഒരു വഞ്ചിപ്പാട്ടും ഇവർ നമ്മുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് തന്നെ ഇവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കേൾക്കാം. ചേട്ടാ പാടുക.
ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി 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 ആർത്തരായ ജനങ്ങളുടെ ആർത്തരായ ജനങ്ങളുടെ ആർത്തരായ ജനങ്ങളുടെ ആർത്തി തീർത്തു മരുവുന്ന ആർത്തരായ ജനങ്ങളുടെ ആർത്തി തീർത്തു മരുവുന്ന അന്നദാന പ്രഭുവല്ലോ അന്നദാന പ്രഭുവല്ലോ അന്നദാന പ്രഭുവല്ലോ ആറന്മൂളേശന്തൈ അന്നദാന പ്രഭുവല്ലോ ആറന്മൂളേശന്തൈ അന്നദാന പ്രഭുവല്ലോ ആറന്മൂളേശൻ ഓ ദൈ ദൈ ദഗദ ദി ദഗദോ ഹിയരിതോ ദിത്തോ ദിഗിദോ ഉടുകാരെ വന്നിടുവിൻ കൂട്ടുകാരെ വന്നിടുവിൻ കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടുപാടി കളിച്ചിടാം കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടുപാടി കളിച്ചിടാം കൂട്ടുകാരെ വന്നിടുവിൻ പാട്ടുപാടി കളിച്ചിടാം ദൈ ദൈ തഗദ ദി ദഗദോ ഹിയരിതോ ദിത്തോ ദിഗിദോ അപ്പോൾ വഞ്ചിപ്പാട്ട് അവിടെ അങ്ങനെ ഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ് വഞ്ചിപ്പാട്ട് അവരോട് നടക്കട്ടെ. ഇനി ആഷ്മി, ലഹരിക്കെതിരെ വർഷങ്ങളായി പോരാട്ടം നടന്ന ഒരു അധ്യാപകനെ അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കുട്ടികളെ സംഘടിപ്പിച്ചും അവധിക്കാലങ്ങളിൽ വീടുകൾ കയറി പോസ്റ്റർ ഒട്ടിച്ചും ഒക്കെയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തുന്നത്. അധ്യാപകരുടെ ജോലി കേവലം ക്ലാസ് മുറികളിൽ മാത്രം അവസാനിക്കുന്നില്ല എന്നാണ് നമ്മുടെ ജയരാജ മാഷിൻ്റെ ഒരു സ്ട്രോങ് അഭിപ്രായം. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇത് പത്തനംതിട്ട പഴകുളം സ്വദേശി ജയരാജ്. പഴകുളം KVUP സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ. 21 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമയം ഈ മനുഷ്യൻ ചെലവഴിച്ചത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ്. ലഹരിവിരുദ്ധ പോസ്റ്റർ നിർമ്മാണം, ഷോർട്ട് ഫിലിം നിർമ്മാണം, സംവാദങ്ങൾ, അങ്ങനെ നീളുന്നു പദ്ധതികൾ. കഴിഞ്ഞ അവധിക്കാലത്ത് കുട്ടികൾക്കൊപ്പം വീടുകൾ കയറി ലഹരിവിരുദ്ധ സ്റ്റിക്കർ പതിപ്പിച്ച വലിയ ശ്രദ്ധ നേടിയിരുന്നു. ജീവിതാവസാനം വരെ ലഹരിക്കെതിരായ പോരാട്ടം തുടരുമെന്നാണ് ഈ അധ്യാപകൻ പറയുന്നത്. അധ്യാപകരുടെ ജോലി കേവലം ക്ലാസ് മുറികളിൽ അവസാനിക്കുന്നില്ലെന്നും ജയരാജ് മാഷ് പറയുന്നു. സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടിയായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ ഏറെയും. ഏകദേശം 125ഓളം പ്രവർത്തനങ്ങൾ എൻ്റെ വിദ്യാലയത്തിൽ ചെയ്തതൊക്കെ ഞാനൊരു ഹിന്ദി അധ്യാപകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏറെയും ചെയ്തത്. ലഹരിയും അത്തരത്തിൽ എടുത്ത പ്രവർത്തനം. ഇത്തരം പോരാട്ടങ്ങൾ തീർച്ചയായും തുടരും സാർ. എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ ഇത്തരം സമൂഹത്തിന് വേണ്ടി പോരാടും. അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ഇനി 1 വർഷം മാത്രമാണ് ബാക്കി. ഔദ്യോഗിക ജീവിതം അവസാനിച്ചാൽ മുഴുവൻ സമയ ലഹരിവിരുദ്ധ പോരാട്ടത്തിലേക്ക് ഇറങ്ങാനാണ് ഈ അധ്യാപകന്റെ ആഗ്രഹം. 24 പത്തനംതിട്ട. ജ്യോതിർഗമയ തുടരുകയാണ്. ആഷ്മി, നമ്മൾ ഇനി എന്താ പരിപാടി? നമ്മൾ ഈ പറയുന്ന മദ്യത്തിനും ലഹരിക്കുമെതിരായ പോരാട്ടം വളരെ നേരത്തെ തുടങ്ങി വെച്ച ഒറ്റപ്പെട്ട ചില മനുഷ്യന്മാരുണ്ട്. അവരുടെ പോരാട്ടം ഇപ്പോഴും തുടരുന്നു. അത്തരത്തിൽ 2 പേരുടെ കഥയാണ് സ്കേൻ. പോരാട്ടത്തിന് ജീവിതം ഒഴിഞ്ഞു വെച്ച ദമ്പതികൾ മലപ്പുറം ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണനും പത്മാവതിയും. ഇന്നവർ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്.
ലഹരി തുടച്ചു നിൽക്കാൻ സർക്കാർ കണ്ണു തുറക്കണമെന്ന ആവശ്യവുമായി 2 വർഷം പിന്നിടുകയാണ്. സത്യാഗ്രഹം വളരെ നേരത്തെ തുടങ്ങിയ ഒരു പോരാട്ട വീര്യത്തിന്റെ കഥയാണ്. റോഡരികിനോട് ചേർന്ന് ഒരു സമരപ്പന്തൽ. പ്രായമായ കുറച്ചുപേർ സമരമിരിക്കുന്നു. മദ്യനിരോധന സമിതിയുടെ ഈ അനിശ്ചിതകാല സത്യാഗ്രഹം 724 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അതിനു മുൻപന്തിയിൽ 2 പേർ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും പത്മിനി ടീച്ചറും. ഇരുവരും കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളാണ്. ഈ സമരത്തിനു വേണ്ടി മാത്രം 2 വർഷം മുൻപ് മലപ്പുറത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു. 2 പ്രധാന ആവശ്യങ്ങളാണ് സർക്കാരിന് മുൻപിൽ വയ്ക്കുന്നത്. അട്ടിമറിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ മദ്യനിരോധന ജനാധികാരം പുനഃസ്ഥാപിക്കണം. പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം. അന്ന് കേരളത്തിലുള്ള 29 ബാറുകളാണ് ഇത് അട്ടിമറിക്കുമ്പോൾ. മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ഒറ്റ ബാറാണ്. കേരളത്തിൽ ഇപ്പോൾ 941 ഉണ്ട് ഞങ്ങളുടെ കണക്കിൽ. 854 മറ്റാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ മലപ്പുറം ജില്ലയിൽ ഒന്നുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 27 ബാറുകൾ പ്രവർത്തിക്കുന്നു, 3 പണി നടക്കുന്നു. 28ാമത്തത് പൂരപ്പുഴയിൽ അടുത്ത ലൈസൻസ് കൊടുക്കും. ഇപ്പോൾ വന്നൊരു പ്രതിഭാസമാണ് ഇളം തലമുറ മറ്റ് ലഹരികളിൽ പെട്ട് പോകുന്നു. അതിന് ഞങ്ങൾ പറയുന്നത് എളുപ്പമുള്ളൊരു വഴിയാണ്. സർക്കാരിനൊരു പൈസ ചെലവില്ല. പാഠപുസ്തകങ്ങൾ പ്രായാനുസൃതമായ ഗ്രഹണശേഷി അനുസരിച്ച് LP ക്ലാസ് മുതലേ പാഠഭാഗങ്ങൾ ചേർക്കാം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഇതുവരെ ഗാന്ധിയൻ ആദർശ സമരങ്ങളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. ഇന്നേക്ക് 724 ദിവസമായി ഞങ്ങളുടെ വീട് അടച്ച് കൊയിലാണ്ടി മുജുകുന്നിലാണ് ഞങ്ങളുടെ വീട്. കിളപ്പജിയുടെ ജന്മഗ്രാമമാണ് എൻ്റെ ഗ്രാമം. അവിടെ നിന്ന് ഞങ്ങൾ വന്നിട്ട് 724 ദിവസമായി ഈ മലപ്പുറത്ത് ഞങ്ങൾ സ്ഥിരതാമസക്കാരായിട്ട്. ഞങ്ങൾക്കറിയാം ഈ 724 ദിവസം ഞങ്ങൾ മദ്യത്തിനെതിരെ ലഹരിക്കെതിരെയാണ് വിളിച്ചു പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. ഒരിക്കലും ഇത്തരം സമരങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. മാസ്റ്റർക്ക് 80 വയസ്സു പിന്നിട്ടു, ടീച്ചർക്ക് 76. 2 വർഷമായി എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ ഈ സമരപ്പന്തലിൽ ഇവരുണ്ട്. ലഹരിക്കെതിരെ അതിശക്തമായി നടക്കുന്ന ഒരു പോരാട്ടമാണിത്. എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും. ഡുവോർ ഡൈ തന്നെയാണ്. ഞങ്ങളിവിടെ കുറേ സത്യാഗ്രഹികൾ ഇരിക്കും. എന്നിട്ട് ഒന്നുകിൽ ആരും പരിഗണിക്കുന്നത് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. ഒന്നുകിൽ ആശുപത്രിയിലാവും അനാരോഗ്യ നിമിത്തം, അല്ലെങ്കിൽ മരണശയ്യയിലാവും. അത് എങ്ങനെയായാലും മരണം ഉറപ്പല്ലേ. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പ്രജിനെ പാട്ടുപാടി നല്ല പരിചയമാണല്ലോ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ അറിയാവുന്ന ഒരാളെ വിളിച്ചല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു അതിഥിയായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിലെ ടിനി ടോം വന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ കുടുംബാംഗമാണ് ടിനി ടോം. അതിന് ഒരു വലിയ സിനിമ അതൊക്കെ പറയണല്ലോ. ടിനി ടോം വരൂ. ടിനി, ഞായറാഴ്ചയായിട്ട് പരിപാടി പള്ളി പോകണം, പിന്നെ ശ്രീകണ്ഠൻ സാറിനെ കാണണം. നന്നായി ടിനി വന്ന നന്നായി. കാര്യം നമ്മള് പ്രത്യേകിച്ച് ഒരു നമ്മുടെ ക്രൂസൈഡ് എന്നാണ് ചെന്നിത്തല വിശേഷിപ്പിച്ചത്. ഒരു കുരിശുദ്ധം നമ്മളിത് അവസാനിപ്പിച്ച് അടങ്ങും. അപ്പൊ നമ്മുടെ ഇപ്പം ടിനിയെ കൊണ്ടുവന്നൊന്ന് പാടിപ്പിക്കണം നമുക്കങ്ങ് തോന്നി. അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ ബുദ്ധിമുട്ടില്ല. തകൃതിയായ പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ഇല്ല ടിനിയുടെ ഉത്തരവാദിത്തം കേരള പോലീസിന്റെ യോദ്ധാവിന് ബ്രാൻഡ് അല്ല, ഇത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പക്ഷെ നമുക്ക് അതിനൊരു പിന്തുണ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിനെതിരെയാണെന്നുള്ളത് അവയർനെസ് കൊടുക്കാൻ സാധിക്കും. ഇത് മയക്കുമരുന്നിനെതിരെയുള്ള തന്നെ ഒരു പാട്ടാണ്. ഇത് ഒരു സിനിമയിലെ പാട്ട് തന്നെയാണ്. ഞാൻ തന്നെ പാടിയതാണ്. അത് ജലീൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് മുന്നിട്ട് വന്നത് പ്രൊഡ്യൂസറായിട്ട്. അപ്പോൾ ഇതിനെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ റിസ്കുകളുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിനിമയാണ് കുടുംബയുദ്ധമാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ രഞ്ജിത്ത് ലാലാണ്. മ്യൂസിക് ചെയ്ത ആൾ ഇപ്പോൾ ഇല്ല. അദ്ദേഹം മ്യൂസിക് ചെയ്തതിന് ശേഷം ഇത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. സക്രിയ ബക്കളം എന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വരികൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷംന എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോൾ ഒരു അച്ഛൻ്റെ വേദന, അച്ഛൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ട് മകൾ നഷ്ടപ്പെടുന്നതാണ്. ഇത് ഞാൻ പാടുന്നതിന് മുമ്പ് ഡോക്ടർ വന്ദനാദാസിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ആ അച്ഛനും നഷ്ടപ്പെട്ടതൊരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾ ആ കൊച്ചുമകളെ അല്ലേ ഒതുക്കിയത്. അപ്പോൾ ആ വേദനയോടുകൂടി ഞാൻ പാടിയതാണ്. അപ്പോൾ എന്നെ കൊണ്ട് പാടിക്കാനുള്ള കാരണം ഞാൻ അഭിനയിക്കുന്ന വേഷം അയാൾ കരഞ്ഞു പാടുന്നതാണ്. അപ്പോൾ ആ ഇമോഷൻ കറക്റ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഷെയർ ചെയ്തത് വിനീത് ശ്രീനിവാസനാണ്. നല്ലതാണെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പാട്ടുകാരൻ തന്നെ കൊടുക്കണം. പിന്നെ എം ജയേന്ദ്രൻ അതിനെ പ്രകീർത്തിച്ച് എഴുതുകയുണ്ടായി. ആ ഒരു പാട്ടാണ് പാടുന്നത്. അപ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക്.
എല്ലാം റെഡിയാണല്ലോ. ടിനി പാടാൻ പോകുന്നു. ഓക്കെ. അതല്ല, ഇതിനകത്തൊരു ഒരു ആദർശം ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ? അതെ അതെ. ഈ സിനിമ മിക്കവാറും ഫ്ലവേഴ്സിൽ തന്നെ ആയിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതും ഒരു സന്തോഷമുള്ള കാര്യം. അതെ. അപ്പൊ തുടങ്ങാം. ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? മ്യൂസിക്. ഓക്കെ. അച്ഛൻ്റെ പൊന്നല്ലേ, കുഞ്ഞു മോളല്ലേ, നീ എൻ്റെ തങ്കക്കുടമല്ലേ, വാരിളം തേനല്ലേ, നീ ധാരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിരുത്തിയല്ലേ. അച്ഛൻ്റെ പൊന്നല്ലേ, കുഞ്ഞു മോളല്ലേ, നീ എൻ്റെ തങ്കക്കുടമല്ലേ, വാരിളം തേനല്ലേ, നീ ധാരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിരുത്തിയല്ലേ. കൊഞ്ചി പിണങ്ങിയൻ മുത്തുവാളാര്, കൺമുന്നിൽ നീ അച്ഛനു പൊന്മകളായി, കണ്ണീമാചിമ്മാതെ കാത്തുകൊള്ളാം, ഈ ജന്മം നിനക്കായൻ പെൺമകളെ. നല്ല വികാരം ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ വേണ്ടത്, സിൻസിയർ ആയിട്ടുള്ള ഫീലിംഗ്. അത് തീർച്ചയായിട്ടും ആ സിനിമയും ഇതിൽ വരുമ്പോൾ എല്ലാവരും കാണണമെന്നുള്ള. മാത്രമല്ല പ്രജിൻ, ടിനി ഇടയ്ക്ക് സിനിമാ രംഗത്തുള്ള ലഹരിയൊക്കെ പറഞ്ഞ് ടെൻഷനായ ആളാ. അല്ല, ഇപ്പൊ പറയാൻ പാടില്ല. കാര്യം എന്താ പറയട്ടെ, ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ്. 15-ാം തീയതി ഇലക്ഷൻ. കോണ്ടാക്ട് നിലനിൽക്കുക. ഭരണാധികാരി ചട്ടവിരുദ്ധമാവരുത്. ഭയങ്കര ലഹരിയാണ് അല്ലേ? അത് മ്യൂസിക്. നമ്മൾ ഒരു അഭിമുഖത്തിൽ കണ്ടതാണ്, ഒരു അപ്രതീക്ഷിതമായിട്ട് ടിൻ ചേട്ടൻ ഗിറ്റാറിൽ ഒരു വെസ്റ്റേൺ അല്ലേ, എനിക്ക് തോന്നുന്നു അന്ന് സ്കോർപ്പിയൻസിന്റെ ഏതോ ഒരു അറിയാലോ, പാട്ടുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടുത്തെ പരിപാടിക്ക് പാടിയിരുന്നു. പ്രജിൻ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ട് ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഒരു ഗിഫ്റ്റഡ് സിംഗറാണ്. അതാണല്ലോ പ്രധാനം. അല്ല, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതെ അതെ. പക്ഷേ ഞാൻ പിന്നെ അവസാനം വിചാരിക്കുന്ന ഗോപാലേട്ടനോട് ഒറ്റ പറയാമെന്ന് വിചാരിക്കും. അല്ലാതെ എവിടെയാ പറയുക അല്ലേ? ഗോപാലേട്ടന്റെ ഒരുപാട് ആഘോഷങ്ങൾ വരുന്നുണ്ടല്ലോ തുടർച്ചയായിട്ട്. അപ്പൊ അവിടെ സ്റ്റേജിൽ പാടാൻ സാധിക്കും. അല്ല, സിനിമയിൽ പാടണം. അതല്ലേ പ്രശ്നം. സ്റ്റേജ് പാടാൻ നമ്മുടെ തന്നെ സ്റ്റേജ് കിടക്കും. അല്ല, ഐറ്റം വേറെ നമുക്ക് അവിടെ പാടാൻ. വേറെ അങ്ങനത്തെ ഐറ്റങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതിലാദ്യം ഒന്ന് പാടാം. വാർത്തയിലെ പാട്ടുകാർ പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമുണ്ട്, അവർ വിളിക്കും. തീർച്ചയായും. അപ്പൊ ഞായറാഴ്ച നന്നായിരിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. നേരെ എങ്ങോട്ടാ? നേരെ വീട്ടിലിരിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വീട്ടിലിരിക്കാന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലഹരി. അല്ല, അത് ഈ ഇടയ്ക്ക് നമ്മളൊരു
ഒരാളെ കണ്ടപ്പോഴേ. അദ്ദേഹം വളരെ തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹം കുടുംബത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയല്ല. കൃത്യം 8 മണിയാകും വീട്ടിൽ കയറും. പക്ഷെ കുടുംബത്തിൽ കാര്യം നടക്കാൻ നമ്മൾ പുറത്തും പോകണം. അത് ഞാൻ സാറിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടുന്നത് ഏഷ്യാനെറ്റിൽ എന്നെ ജഡ്ജാക്കുന്നത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ കോട്ടൊക്കെ തരുന്നത് നമ്മുടെ കോമഡി. അപ്പോ സാറ് 2 മണി വരെ അവിടെ ഇരിക്കാണ് രാത്രി. അപ്പൊ ഞാൻ പറയും സാറിന് വീട്ടിൽ പോയി കൂടെ 8 മണി. പക്ഷെ അത് സാറിന്റെ ലഹരി ഇതാണ്. ഒരു ലഹരി. സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾ തകർത്തു. കാര്യം നമ്മുടെ സഹപ്രവർത്തകയായ ശ്വേതാ മേനോന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതിൽ തകർത്തു. അത് പിന്നെ അങ്ങനെ തന്നെ വേണ്ടേ. ആരെങ്കിലും ഏറെ കയറ്റിയോ? ഒരു പരാതിക്കാരനെ വിളിച്ചിരുത്തി നൈസായിട്ടും. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്കാണ് പോകുന്നത്. പ്രജിൻ, നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്കാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ ഏറ്റവും പ്രധാനം സ്കൂളിൽ നടത്തുന്ന പരിപാടികൾക്കാണെന്ന് പറയാൻ യാതൊരു മടിയുമില്ല. കാരണം അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനെ തുടരേണ്ടതുണ്ട്. വിദ്യാർത്ഥികളിൽ വളർന്നു വരുന്ന അമിത ലഹരി ആസക്തി കുറയ്ക്കുന്നതിൽ ഇത്തരം പരിപാടികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പരിപാടികളിലെ പ്രാസംഗികർ കുട്ടികളെ നേരിൽ കണ്ടും മനസ്സിലാക്കിയുമാണ് ഓരോ കാര്യങ്ങളും സമൂഹത്തോട് പറയുന്നത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളിലെ സജീവ സാന്നിധ്യമായ വിമുക്ത ഭടൻ സുധിലാൽ ചില അനുഭവങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അതിലേക്കാണ് ഇനി. പ്രായവും പരിധിയുമില്ലാതെ കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം. വലിയൊരു പങ്കും ലഹരിക്കണിയിൽ അകപ്പെടുന്നത് സ്കൂൾ പ്രായത്തിൽ. ഇത് മനസ്സിലാക്കിയാണ് സർക്കാരും സാമൂഹിക സന്നദ്ധ സംഘടനകളുമൊക്കെ ലഹരി വിരുദ്ധ പരിപാടികളുടെ തുടക്കം സ്കൂളുകളിൽ നിന്നാക്കിയത്. പേന പിടിക്കേണ്ട കൈകളിൽ ലഹരി വിളയാടുന്ന കെട്ടകാലത്ത് വാക്കുകൾ കൊണ്ട് അവരെ തിരുത്തുകയാണ് വിമുക്ത ഭടൻ സുധിലാൽ. 4ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ടേ കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ആദ്യ പടിയിലേക്ക് പോകുന്ന കാഴ്ചപ്പാടാണ് നടക്കുന്നത്. ഇന്ന ലഹരി പദാർത്ഥങ്ങൾ പിന്നെ ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ട് ഞാനിത് തൊടുകയില്ല, ഉപയോഗിക്കുകയില്ല എന്നൊരു പ്രതിജ്ഞ എല്ലാ ആഴ്ചകളിലും കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുകയും ആ കുട്ടികളിൽ ഇങ്ങനെ തുടർച്ചയായിട്ടൊരു അവരൊരു ടച്ച് വേണം നമുക്ക്. +2 വരെയാണ്, ആ കാലഘട്ടം വരെയാണ് നമുക്ക് ആ കുട്ടികളെ നേർവഴിക്ക് നടത്താനുള്ളൊരു സമയം. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞിട്ട് അവൻ ഇഷ്ടമുള്ള രീതിയിൽ പോകാം. പക്ഷെ നമുക്ക് അതിനു മുമ്പാണ് നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. സ്കൂളുകളിൽ മാത്രമല്ല, നാടിന്റെ നാനാതുറകളിലും ലഹരിക്കെതിരെ സുധിലാലിന്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട്, അതിരുകളില്ലാതെ. അച്ഛനും അമ്മയും മദ്യപിക്കുന്ന വീടുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ അറിവിലുണ്ട്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചത്, എൻ്റെ സ്വപ്നം എൻ്റെ വൈഫും എൻ്റെ കുട്ടികളുമായിരുന്നു വൈകുന്നേരം എൻ്റെ വീട്ടിൽ നിന്ന് അല്പം കഴിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. പല വീടുകളിലും അതാണ് അവസ്ഥ. സിന്തറ്റിക് ലഹരികൾക്കെതിരായ പ്രചാരണം കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് സുധിലാൽ. ഇപ്പോൾ പലരും പറയും കഫ് സിറപ്പ് കഴിക്കുന്നില്ലേ, അല്ലെങ്കിൽ ചായയും കോഫിയും കുടിക്കുന്നില്ലേ. ശരിയാണ്, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ആ ലഹരി പദാർത്ഥങ്ങളെല്ലാം ശരീരത്തിന് ദൂഷ്യം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരാണ്. ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിക്കുമ്പോൾ പ്രതിമാസം ലഭിക്കുന്ന മദ്യം വേണ്ടെന്ന് എഴുതി നൽകി സർട്ടിഫിക്കറ്റും വാങ്ങിയാണ് സുധിലാൽ പടിയിറങ്ങിയത്. എക്സ് സർവീസുകാർക്ക് മദ്യം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ എക്സ് സർവീസുകാരനാണ്. സർക്കാർ അടിയന്തരമായി അത് ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക. ഇപ്പോൾ ആ ആളില്ലെങ്കിൽ ഭാര്യയോ മകളോ വന്നാൽ മദ്യം കൊടുക്കാതിരിക്കുക. ഏതായാലും ആ പട്ടാളക്കാരന് വേണ്ടി കൊടുക്കുന്നതാണെന്നാണല്ലോ വെപ്പ്. ഈ അവരുടെ കൂടെ വരുന്ന കുട്ടിക്ക് അത് കഴിക്കണമെന്ന് തോന്നിയാൽ എന്താണ് നമുക്ക് അവരോട് പറയാൻ കഴിയും? എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേരള എക്സൈസ് ഉൾപ്പെടെ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തുന്ന എല്ലാവർക്കുമൊപ്പം സുധിലാലും കൈകോർക്കും. നല്ലൊരു നാളേക്കായി. 24 ആലപ്പുഴ. എന്തായാലും സുധിലാലിന് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. ഈ പുതിയ കാലത്ത് ഇപ്പോൾ നമ്മൾ 24 കണക്റ്റിന്റെ ഭാഗമായി കായംകുളത്ത് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ പോയി പരിപാടിക്ക് പോയി. അപ്പോൾ അവിടെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുമായിരുന്നു. അപ്പോൾ അവർ നടത്തിയ പരിശോധന സ്കൂളിൽ നിന്ന് ഒരു ഡയറി കിട്ടുന്നു. ഒരു ബുക്ക്, കറക്റ്റ് ബുക്കാണ്. ആ ബുക്കിൻ്റെ നടുക്ക് ഒരു പേജ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കീറി നാക്കിൽ വെക്കുക മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. അത് കണ്ടാൽ ആർക്കും തിരിച്ചറിയില്ല. അങ്ങനെ പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ പുതിയ വഴികൾ വരികയാണ്. അപ്പോൾ നമ്മൾ ഇത് കുത്തിയിരുന്ന കുഞ്ഞുങ്ങൾ കാണണം എന്ന് പറയാനുള്ള കാരണം ഈ പലവിധ വഴികൾ അവരോട് അറിഞ്ഞിരിക്കണം. പെടുത്താനുള്ള പല വഴികളും കാണും. വിദഗ്ധന്മാരെ ക്ലാസ് എടുക്കും. ഏതൊക്കെ ചതിക്കുഴിയാണ് രൂപാന്തരപ്പെട്ട് വരുന്നതെന്ന് മനസ്സിലാകും. നമുക്കിനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോവാം. ഈ കോവിഡിന് മുൻപും ശേഷവും അങ്ങനെ നമ്മുടെ ലോകക്രമം മാറിയിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. കോവിഡിന് മുമ്പും പിമ്പും. അതെ, തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ പുതിയ രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ
ഏറ്റവും സങ്കടകരമായ കാര്യം വിദ്യാർത്ഥികൾക്കിടയിൽ രാസലഹരിയുടെ വ്യാപനം അത് കൂടി എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളെ മോചിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുന്ന ചില അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അത് നമ്മുടെ നേരിട്ടും അല്ലാതെയും ഒക്കെ ഡോക്ടേഴ്സ് ഇത് പറയുന്നുണ്ട്. അതേസമയം ഈ വിപത്തിൽ നിന്ന് നമുക്ക് സമൂഹത്തെ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. അത് ശ്രദ്ധയോടെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, കാണുക. ചങ്ങനാശ്ശേരി സ്വദേശികളായ എഞ്ചിനീയറിംഗ് ദമ്പതികളുടെ മകൻ 13-14 വയസ്സ് പ്രായം. ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് അവനെ പോലീസ് അകമ്പടിയോടെ കൊണ്ടുവരുമ്പോൾ ഇന്നാട്ടിൽ ലഭ്യമായ രാസലഹരി വസ്തുക്കളുടെ പ്രധാന വിൽപ്പനക്കാരിൽ ഒരുവൻ കൂടിയായി മാറിക്കഴിഞ്ഞു അവൻ. ചികിത്സിക്കാൻ മുന്നിലിരുന്ന ഡോക്ടർമാർ പോലും ഭയപ്പെടുന്ന പ്രകൃതം. ആ 14-കാരൻ ഒരു പ്രതീകമാണ്. ഇളം തലമുറയിലേക്ക് പടർന്നു പിടിച്ച രാസലഹരിയുടെ ഇരയുടെ പ്രതീകം. ഒരു കാലഘട്ടത്തിൽ മദ്യപാനവും പുകവലിയും കഞ്ചാവും പോലുള്ള ലഹരിക്കടിമകളാണ് ഡി അഡിക്ഷൻ സെന്ററിൽ നിറഞ്ഞു നിന്നത് എങ്കിൽ ഇന്നത് രാസലഹരിയുടെ ഇരകളായ കുഞ്ഞുങ്ങളാണ്. എനിക്ക് അതിശയം തോന്നിയത് ഒരു 13 ഇയേഴ്സ് ഓൾഡ് ഉള്ള പയ്യൻ. അവൻ പറഞ്ഞു, സാറിന് ഏത് മെഡിസിൻ ഏത് ഡ്രഗ് വേണം ഞാൻ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. 13 ഇയേഴ്സ് ഓൾഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. 13 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് 8ാം ക്ലാസ്. അവന് അതിനെപ്പറ്റി എല്ലാം ഗ്രാഹ്യമുണ്ട്. ബിക്കോസ് അവനാണ് ഇത് പെഡൽ ചെയ്ത് കൊണ്ടുപോകുന്നത്, സപ്ലൈ ചെയ്യണത്. അപ്പോൾ അവന് പൈസ കിട്ടുന്നുണ്ട്. ഇത് ഡ്രഗ്സിന് വേണ്ടിയിട്ട് പൈസ, മൊബൈല്, ആ ടൈപ്പ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുമാത്രം നമ്മുടെ സമൂഹം നശിച്ച്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സേക്രഡ് ഹാർട്ട് ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ഏറിയ പങ്കും ഇത്തരം കുട്ടികളാണ്. 25 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ളവർ. മിഠായിയുടെ രൂപത്തിലോ ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ കൂട്ടുകാരുടെയോ അടുപ്പക്കാരുടെയോ സ്നേഹത്തിൻ്റെ രൂപത്തിലോ ലഹരി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം സൗജന്യമായി കിട്ടിയിരുന്ന ഈ ലഹരി പിന്നീട് അത് വാങ്ങാനുള്ള പണത്തിനു വേണ്ടി അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതിൽ ആൺപെൺ ഭേദമില്ല. മെഡിസിൻ വിദ്യാർത്ഥികളും സർക്കാർ ഉദ്യോഗസ്ഥരും കോളേജ് അധ്യാപകരും സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരും ഇരകളാണ്. പുറത്തു വരാൻ വഴികളുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസ് ആദ്യത്തെ ഒരു 21 ഡേയ്സ് ഡീടോക്സിഫിക്കേഷൻ കഴിയുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം പേഷ്യൻസും കംഫർട്ടബിൾ ആവും. ചില പേഷ്യൻസ് പറയും, ഇപ്പോഴൊരു വെളിച്ചം വന്നേ, ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയത്, ഇപ്പോഴാണ് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനൊരു വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ അതിനുശേഷം പേഷ്യൻറ്റിനെ സൈക്കോതെറാപ്പി കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് ആയാൽ ലഹരി നിർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില പേഷ്യൻസ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളവർ. അങ്ങനെ വരുമ്പോൾ അവർക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. അവർ ഈ ലഹരി ഉപയോഗിക്കുന്നവർ കുഴപ്പമായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല. അവരെല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരേക്ക് ബ്ലെയിം ചെയ്ത് എന്ത് ചെയ്താലും കുറ്റബോധമില്ലാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ വീണ്ടും ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ ആ വഴിയിൽ വീണു പോയവർ പിന്നീട് അതൊരു ശീലമായി മാറ്റുകയാണ്. ഇഷ്ടമുള്ള മറ്റെന്തിനോടും തോന്നുന്നതിനേക്കാൾ ഭ്രമമാണ് ഇഷ്ടമുള്ള രാസലഹരിക്ക് അടിമയാകുന്നത്. അപ്പോൾ പെട്ടെന്ന് നിർത്താൻ പാടില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് കുറേശ്ശെ നിർത്താവുള്ളൂ എന്നുള്ളത്. ഈ കുറേശ്ശെ നിർത്താൻ പറ്റില്ല. കാരണം എത്ര കഴിച്ചാലും വീണ്ടും പഴയ അളവ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും നിർത്താൻ നോക്കുമ്പോൾ അതിൽ നിന്ന് പിന്നെയും കുറയുമല്ലേ. അപ്പോൾ ആ ഫില്ല് ചെയ്ത് കുറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കൃത്യമായിട്ടുള്ള സപ്പോർട്ടും എടുക്കണമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇത് നിർത്തുന്നത് കൊണ്ട് പുതിയതായ ഒരു രോഗം ഉണ്ടാകുകയോ നിർത്തുന്നത് കൊണ്ട് ഒരു മരണം ഉണ്ടാകുകയോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. 15 വയസ്സ് തൊട്ട് മേലോട്ടൊരു 25 വയസ്സ് വരെയുള്ള ആൾക്കാർ, മാക്സിമം 30 വയസ്സുള്ള ആൾക്കാരെ ഇപ്പം കൂടുതൽ. അപ്പം ഒന്നിൽ കൂടുതൽ ഡ്രഗ്സ്, ഇപ്പം സിഗരറ്റ് ആയാലും MDMA ആയാലും കഞ്ചാവായാലും നമ്മൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറത്തുള്ളൂ. ഇത് എത്ര എടുത്തു എന്നുള്ളതിനേക്കാൾ ഉപരി ഇതെടുത്തു കഴിയുമ്പോഴുള്ള ബിഹേവിയർ പ്രശ്നങ്ങളാണ് കൂടുതലും വീട്ടുകാരെ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. വളരെ അപ്രതീക്ഷിതമായി ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റമല്ല ഇത്. കള്ളും കഞ്ചാവും കറുപ്പും മയക്കുമരുന്നും രാസലഹരിയും ഒരുപോലെ വിപത്താണ്. പലപ്പോഴും കുടുംബങ്ങളിലെ കെട്ടുറപ്പുകളാണ് ചിലരെയെങ്കിലും ഇങ്ങോട്ടേക്ക് വഴി നടത്തുന്നത്. സുലഭമായി പെട്ടിക്കടകളിൽ പോലും ആരാരും അറിയാതെ വിൽക്കപ്പെടുന്ന വസ്തു, നിയമത്തിന്റെ പഴുതുകളിലൂടെ വീണ്ടും തുറന്നു കിട്ടുന്ന സ്വാതന്ത്ര്യം, പുതിയതിനെ പരീക്ഷിക്കാനുള്ള കൗമാരക്കാരുടെ കൗതുകം. ലഹരി വിൽപ്പനക്കാർക്ക് ഇതെല്ലാം വളമാണ്. പെട്ടുപോകാൻ അവസരമുണ്ട് എന്നതുപോലെ രക്ഷപ്പെടാനും നിരവധി അവസരങ്ങൾ ഈ നാട്ടിലുണ്ട്. സമൂഹത്തിലെ നിലയും വിലയും ഓർത്ത് പലരും അതിന് തുനിയാറില്ല. ഫലമോ ഒരു തലമുറ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്ന വലിയ കാഴ്ചയും. തീവെട്ടത്തിലേക്ക് ഈയാം പാറ്റകളെ എന്ന പോലെ ആകർഷിച്ച് വിഷം നൽകി കൊന്നുകളയാൻ ഒരു കൂട്ടം വേട്ടക്കാരുണ്ട് ഈ നാട്ടിൽ. നന്മയുടെ പ്രകാശം വിതറി നമ്മുടെ ഇളം തലമുറയെ ഇനിയെങ്കിലും നമുക്ക് ചേർത്ത് പിടിക്കാം. ലാൽകൃഷ്ണൻ, 24, തൊടുപുഴ. ഹാഷ്മി, പ്രജിൻ, ഈ രാജീവ് ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേജ് ഫിയർ മാറുമെന്ന് പറഞ്ഞാണ് കുട്ടികളെ പലരും ലഹരിയിലേക്ക് ആകർഷിക്കുന്നത്.
ഒരിക്കലും അങ്ങനെ മാറില്ല അല്ലേ? വേദിയിൽ പോയിട്ടുള്ള പരിചയമുള്ള ആളുകളാണ് നമ്മളൊക്കെ തന്നെ. ഒരുപാട് പ്രേക്ഷകർ വേദിയിൽ പോയി പരിചയമുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ പറയുന്നത് നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മറ്റൊരു പരിപാടി കൂടിയുണ്ട്. കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പറയും ഓർമ്മിക്കാൻ നല്ലതാണ്, പഠിച്ചത് മുഴുവൻ പരീക്ഷാ പേപ്പറിൽ എഴുതാൻ 100% നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ സാധനമാണിത്, ഇത് കഴിച്ചോളൂ എന്ന് പറയും. ഗുളിക പരുവത്തിലുള്ള ലഹരിയായിരിക്കും തരുന്നത്. ഒരു കാരണവശാലും ലഹരി കഴിച്ചതുകൊണ്ട് ഓർമ്മ കിട്ടിയതായിട്ട് ലോക ചരിത്രത്തിൽ സയൻസ് പരമായിട്ട് തെളിയിച്ചിട്ടില്ല. ഒരു സയന്റിഫിക് കക്ഷിയാണല്ലോ പ്രജിനെ കുറിച്ച് അഭിപ്രായം പറയും. അങ്ങനെ ഒരു റിസർച്ച് ഇല്ല തന്നെയാണ് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മറ്റേ ഈ പറയുന്ന പോലെ നമ്മുടെ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നത് വേറെ കോമ്പിനേഷനാണ്. അതാണ് ഇത് ധരിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരികെ എത്തിയിട്ട്, സ്കൂളിൽ നിന്ന് തിരികെ എത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സ്വഭാവം ചെറിയ പ്രായത്തിലുണ്ട്. പക്ഷേ എവിടെയോ വെച്ച് നമുക്കത് മിസ്സാവുന്നുണ്ട്. അതെ, ആ കേൾക്കാൻ അതെ ഈ എനിക്ക് തോന്നുന്നു ഒരടിക്ക് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരാളും ഇതിനടിമപ്പെടില്ല, ആരും പോവില്ല, പേടി എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ കാര്യങ്ങൾ വന്ന് പറയാൻ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ തിരുവനന്തപുരം ജില്ലാതല ഉദ്ഘാടനം നാലാഞ്ചിറ ബഥനി നവജീവൻ ഫിസിയോതെറാപ്പി കോളേജിൽ വെച്ച് നടന്നു. കഴിഞ്ഞ ദിവസം 300-ലധികം വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. 24-ന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ അവർ പങ്കാളികളായി. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷിബു PL തുടങ്ങിയവർ ക്ലാസ് എടുത്തു. എന്തായാലും ആ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗുണകരമാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ അവബോധം നൽകുന്നത് നിങ്ങൾ ഇതുവഴി തന്നെ നടക്കണം എന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ച് സംപ്രേഷണം ചെയ്യുകയാണ് എന്നുകൂടി തിരിച്ചറിയുക. ന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് നാലാഞ്ചിറ ബദനി നവജീവൻ ഫിസിയോതെറാപ്പി കോളേജിൽ ലഭിച്ചത് ഊഷ്മള സ്വീകരണം. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചാണ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചത്. ഇടയ്ക്ക് ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ കൂടിയ ചെറുപ്പത്തിന്റെ ആഘോഷത്തിൽ മദ്യപാനവും എന്നിലൊരു ലഹരിയായി കടന്നു വന്നതാണ്. 2013 അവസാനമായപ്പോൾ 12 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ പെഗ് മദ്യം കഴിച്ച ഞാൻ കഴിഞ്ഞ 12 വർഷമായി മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതാനുഭവം ചില ചാനലുകളിലൂടെ ശ്രീകണ്ഠൻ നായരുടെ 1 കോടിയിലോ മറ്റോ പങ്കെടുത്തപ്പോൾ പണ്ട് പറഞ്ഞതിന് പ്രകാരം എന്നെ രാത്രി ഫോൺ ചെയ്ത 186 സ്ത്രീകളുണ്ട്, അവരുടെ ഭർത്താക്കന്മാരോട് പറയണം എന്ന്. 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വ്യത്യസ്ത അനുഭവമായി. വിദ്യാർത്ഥികളുമായി സംവദിച്ചും തമാശ പറഞ്ഞും ലഹരിയുടെ ദൂഷ്യം നേരിട്ട് ബോധ്യപ്പെടുത്തി GS പ്രദീപ്. നല്ല മദ്യപന്മാരോട് പറയുന്നത്, ഇന്നിപ്പോൾ ബാറിലാണെങ്കിൽ 2 പെഗ് കൂടുതൽ കഴിക്കണം, കഴിച്ചിട്ട് രാത്രി ഭാര്യയും മകളുമൊക്കെ ഉറങ്ങിയിട്ട് പോയാൽ മതി. ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ ഉറങ്ങിപ്പോയ മകളുടെ അരികത്തിരിക്കണം, അവർ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ നോക്കണം, മകളെ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങൾ കൈപിടിച്ച് ഈ കുഞ്ഞിനെ മണ്ഡപത്തിൽ കൊണ്ടുപോകണോ, നിങ്ങളുടെ ഫോട്ടോയിൽ തൊഴുതിട്ട് പോകണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്നല്ലാതെ നമ്മൾ എന്താ മോട്ടിവേഷൻ. കോളേജിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി മുൻവിധികൾ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്ന് രസകരമായി ബോധ്യപ്പെടുത്തി. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഗുഡ്. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ടീച്ചർ ഇനി വന്നേ. 1 2 3 4. Delhi is the capital of India. Delhi is the capital of India. കുറച്ചുകൂടെ ആവാം. Delhi is the capital of India. ടീച്ചറെ ഒന്ന് റൊമാൻറ്റിക് ആയി. ആ കടലാസിൽ ലയിച്ചൊരു കവിത പോലെ അങ്ങ് വായിച്ചോ ടീച്ചറെ. വായിച്ചോ? 1 2 3 4. ടീച്ചർ വായിച്ചോ? ചുമ്മാ വായിച്ചോ? Delhi is the capital of India. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 2 കുട്ടികൾ, 1 ടീച്ചർ. ഞാൻ എണ്ണി, നിങ്ങൾ എണ്ണിയോന്നറിയില്ല, ഞാൻ എണ്ണി. ആദ്യം 21 വരെ എണ്ണി നിർത്തിയിട്ടാണ് രണ്ടാമത് ഞാൻ ഈ കഴിഞ്ഞ കാര്യം ഓർമ്മിച്ചത്. പിന്നെ 2 തവണ കൂടെ വായിച്ചു. അപ്പോൾ 23 തവണ
ഞാൻ ഈ കടലാസിൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ല. 23 തവണ 2 കുട്ടികളും ഒരു ടീച്ചറും അടുത്തു പിടിച്ചും അകറ്റിപ്പിടിച്ചും ലയിച്ച് ചേർന്ന് വായിക്കാൻ പറഞ്ഞപ്പോൾ കടലാസിൽ ലയിച്ച് വായിച്ചിട്ടും 23 തവണ വായിച്ചിട്ടും ഒരു തവണ പോലും ഞാൻ ഈ കടലാസിൽ എഴുതിയ ഒരു ചെറിയ വാചകം വായിച്ചില്ല. ഞാൻ ഈ കടലാസിൽ എഴുതിയിരുന്നത് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ 23 തവണ വായിച്ചിട്ട് ഒരു തവണ പോലും വായിക്കാൻ പറ്റാത്ത, വായിക്കാൻ അറിഞ്ഞൂടാത്തോടൊന്നും അല്ലല്ലോ. അല്ല, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമുക്കറിയാം. ഇതാണ് ഇയാൾ ചോദിക്കുന്ന ചോദ്യം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ഞങ്ങൾക്കറിയാം എന്ന ആ ഒരു മുൻധാരണ ഉണ്ടല്ലോ. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിയാണ് GS പ്രദീപ് സെഷൻ അവസാനിപ്പിച്ചത്. അറിവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും വികലമായ മുൻധാരണകൾ ഒഴിവാക്കി തീർത്തും സ്വതന്ത്രവും യുക്തിഭദ്രവും സാമൂഹ്യ ബോധം നിറഞ്ഞതുമായ മനസ്സോടെ ജീവിക്കുമെന്നും ജീവിതമാണ് ലഹരിയെന്ന് തിരിച്ചറിയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. തിരുവനന്തപുരം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായ ഷിബു PL ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരു രാസലഹരിക്കും അടിയറവ് വയ്ക്കല്ലേ എന്ന് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ കൈയെടുത്ത് കൂപ്പിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനും അപേക്ഷിക്കാനും. അത്രത്തോളം ലഹരിക്ക് അടിമപ്പെട്ട ജനവിഭാഗത്തെ നേരിട്ട് കാണുന്ന ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. മക്കൾ പ്രതീക്ഷകളോടുകൂടി കോളേജുകളിലും സ്കൂളുകളിലും പോയിട്ട് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഡി അഡിക്ഷൻ സെന്ററിലും ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസും എക്സൈസും പിടിച്ചു എന്നറിയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് എക്സൈസ് ഓഫീസിലും ഡി അഡിക്ഷൻ സെന്ററിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങുന്ന ഒരമ്മയും അച്ഛനുമാകരുത് നിങ്ങളുടെ അച്ഛനും. ബദനി നവജീവൻ ഫിസിയോതെറാപ്പി ഡയറക്ടർ ഇൻചാർജ് ഫാദർ സാജൻ തോമസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. 24 തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ഷഫീദ് റാവുത്തർ, ബദനി നവജീവൻ ഫിസിയോതെറാപ്പി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആൻഡ്രൂസ് മിൽട്ടൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. എന്തായാലും നന്നായി ഇല്ലേ? പ്രദീപ് കലക്കി. പ്രദീപ് പറഞ്ഞ കറക്റ്റാ. അതോടെ ഉണ്ടെന്ന് ആരും ഓർക്കത്തില്ല. കാലങ്ങളായി ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ലഹരിക്ക് അടിമയായവർ, പ്രത്യേകിച്ച് രാസലഹരിക്ക് അടിമയായവർ, അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്ന ഓരോരുത്തരുടെയും വലിയ പോരാട്ടം അവർ നടത്തുന്നുണ്ട്. അതിന് നമ്മൾ ചെറുതായി കണ്ടുകൂടാ. അതിനുള്ള പിന്തുണ നമ്മൾ കൊടുക്കുകയും വേണം. അപ്പോൾ കാലങ്ങളായി ലഹരി ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടിയവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ലഹരിയിലുണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. പലരും ലഹരി തേടി പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് പിന്മാറിയവർക്ക് പറയാൻ എന്തൊക്കെയുണ്ട്, അതിലേക്കാണിനി. 1 2 പെഗ്ഗിൽ തുടങ്ങി. ഒരു രസത്തിനായി തുടങ്ങിയത് ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാക്കി. മദ്യപാനത്തിലൂടെ നേരിടേണ്ടി വന്നത് സമൂഹത്തിൽ കുടിയൻ എന്ന പേര് മാത്രം. മനസ്സിൽ തന്നെ ഉറപ്പിച്ചു ഇതിൽ നിന്ന് മുക്തി നേടണമെന്ന്. അതിന് പല മാർഗങ്ങളും കണ്ടു. ദൃഢനിശ്ചയത്തോടെ പൂർണ്ണമായും ഒഴിവാക്കി. കയ്പ് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട ആ വാക്കുകൾ. ഈ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ സേവ്യർ സാറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത്. അങ്ങനെ കൃത്യമായി സാറിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് മരുന്ന് കഴിക്കുകയും ആ ഒരു രീതി, ചികിത്സാ രീതി തുടരുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ മദ്യപാനം നിർത്തി എൻ്റെ എല്ലാ ദൈനംദിന കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സ്ഥിതിയിലാണുള്ളത്. ഭാര്യ, അതുപോലെ തന്നെ അച്ഛൻ, കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കുടുംബത്തിൽ വളരെ സമാധാനമുണ്ട്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ കഴിയുന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. മുക്തി നേടുന്നതിനെത്തുന്നവരുടെ ജീവിതങ്ങൾ ഒരു വലിയ പാഠമെന്നാണ് ചികിത്സിക്കുന്നവർ പറയുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങുന്ന പലതും പിന്നീട് മാരകമായ ഉപയോഗത്തിലേക്ക് എത്തുന്നതിന് ഒരു പരിധിവരെ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടുന്ന അവഗണനയും കാരണമാകുന്നുണ്ട്. പല അവസ്ഥകളും സാഹചര്യങ്ങളും ആണല്ലോ. ഇപ്പോൾ കൂട്ടുകാർ, സാഹചര്യങ്ങളാണ് എല്ലാവരെയും ഈ ഡ്രഗ് അബ്യൂസിലും മദ്യപാനത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ഡ്രഗ് അബ്യൂസിലോട്ട് പോയി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും പരിഗണനയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരൊരു ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡിൽ ആയിരിക്കും. ലഹരി ഒരു മനുഷ്യനെ പല രീതിയിലും ഇല്ലാതെയാക്കുന്നുണ്ട്. ഇപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുന്നു മുതൽ സംശയരോഗം. ഒരു പേഷ്യൻ്റ് മോളിൽ വീട് താമസിക്കുന്നത് താഴെയാണ്.
മുകളിൽ അച്ഛനും പ്രായമുള്ളൊരു അച്ഛനുണ്ട്. അപ്പോൾ ഈ ഭാര്യ അച്ഛനെ ഊണ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടി മേളിലോട്ട് പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഇദ്ദേഹത്തിന് തോന്നി ഈ ഭാര്യയ്ക്ക് അച്ഛനായിട്ട് വേണ്ടാത്ത ബന്ധമുണ്ടെന്ന് തോന്നിയിട്ട് അദ്ദേഹം പോയി കത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനെ ഒരു 6 കുത്തുന്ന ഒരു അവസ്ഥയാണ്. മാറണമെന്ന് സ്വയം തീരുമാനമെടുത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് വലുത്. മുക്തി നേടി തിരിച്ചെത്തുന്നവർക്ക് കുടുംബം നൽകുന്ന പരിഗണനയാണ് ഏറ്റവും വലുതെന്നും ഡോക്ടർമാർ പറയുന്നു. ലഹരിയിൽ നിന്നും പിന്മാറിയവർ ഇനിയുള്ള തലമുറയ്ക്കായി പറയുന്നത് ഇങ്ങനെയാണ്. കുട്ടികളാണെങ്കിൽ അവരെ പഠിക്കുക, അവരുടെ പഠനം അവരെ ലഹരിയാക്കുക, അല്ലെങ്കിൽ അവരുടെ കളിയിടങ്ങൾ ലഹരിയാക്കുക. മുതിർന്നവരോടാണെങ്കിൽ അവരുടെ കുടുംബം ലഹരിയാക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ ഉപദേശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിർഗമയ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഇന്ത്യൻ മീഡിയയിലെ ഒരുപക്ഷെ ഏറ്റവും വിശാലമായ ഒരു ബോധവൽക്കരണ യജ്ഞമാണ് നമ്മൾ തുടരുന്നത്. നമ്മുടെ ഈ ജനസമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ലഹരിയും മയക്കുമരുന്നും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പരിപാടി ഏറ്റവും വലിയ ലക്ഷ്യം. SKN40 രണ്ടാം ഘട്ടത്തിനൊപ്പം ലഹരി വിരുദ്ധ പ്രചാരണം ശക്തമാക്കി കൊട്ടാരക്കര മൈലം MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ക്യാമ്പസിന് പുറത്തും വൈവിധ്യങ്ങളായ ബോധവൽക്കരണ പരിപാടികളാണ് ഈ സ്കൂൾ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൊട്ടാരക്കര KSRTC പരിസരത്ത് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. അത് ആ ദൃശ്യം നമുക്കൊന്ന് കാണാം, ആസ്വദിക്കാം. SKN40 ആദ്യഘട്ട പര്യടനത്തിന് വിപുലമായ വരവേൽപ്പാണ് കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ഒരുക്കിയത്. ലഹരിയെ പടിക്ക് പുറത്താക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ SKN40 ഭാഗമാണ് ഇന്നും സ്കൂൾ. ക്യാമ്പസിനുള്ളിൽ ബോധവൽക്കരണ ക്ലാസുകളും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചതിന് പിന്നാലെ രണ്ടാം ഘട്ടമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വിദ്യാർത്ഥികൾ. ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഫ്ലാഷ് മോബും സ്കിറ്റുമൊക്കെയാണ് ആയുധങ്ങൾ. ഡാൻസിൽ പൊതുജനങ്ങൾ ആകൃഷ്ടരായതോടെ കുടുംബ ബന്ധങ്ങളെ ലഹരി വസ്തുക്കൾ ശിഥിലമാക്കുന്നത് എങ്ങനെയെന്ന മനോഹരമായ സ്കിറ്റ്. തിരിച്ചെത്തുമിപ്പോൾ തളർന്നുറങ്ങുന്ന മക്കളുടെ കണ്ണീരിൽ കുതിർന്ന മുഖങ്ങൾ കാണുവാൻ നേരമായി. പിന്നാലെ ആടിയും പാടിയും ലഹരിക്ക് അടിമപ്പെടില്ലെന്ന് ശിരസ്സുയർത്തി പറയുകയായി. SKN40 തുടക്കം കുറിച്ച ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രതിജ്ഞയെടുക്കും. ലഹരിക്കെതിരായ പോരാട്ടം MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ രാധാ സുരേന്ദ്രൻ. എല്ലാവർക്കും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ലഹരി ഒരു ആപത്താണ്, ഒരു വിപത്താണ്, ജീവിതമാണ് ലഹരി എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ MGM ആദ്യം മുതലേ തന്നെ പങ്കെടുത്തിരിക്കുകയാണ്. ഇത് പ്രവർത്തനങ്ങൾ വീണ്ടും തുടരും. ധാരാളം അവബോധങ്ങൾ കൊടുക്കാനായി ധാരാളം പ്രവർത്തനങ്ങളും വീടാന്തരമുള്ള സർവേകളും എല്ലാം ഞങ്ങൾ നടത്തുന്നുണ്ട്. MGM അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ട്രസ്റ്റി ഗീവർഗീസ് ജോൺസൺ, പ്രിൻസിപ്പൽ ജൂലി കോശി, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. 24 കൊട്ടാരക്കര. അപ്പോൾ നമ്മൾ 2 മണിക്കൂറായി നമ്മുടെ തത്സമയ സംരക്ഷണം ഇങ്ങനെ തുടരുകയാണ്. ജ്യോതിർഗമയ SKN40 രണ്ടാം ഘട്ടം, അതിന്റെ ഉദ്ദേശം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലേ ഹാഷ്മി പ്രജി, നമുക്ക് ഈ ലക്കം, ഈ അധ്യായം അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ജ്യോതിർഗമയ അവസാനിക്കുന്നില്ല. ഒരുപാട് ബോധവൽക്കരണ യജ്ഞം ഉണ്ടാകും, അത് തുടരുകയും ചെയ്യും. എല്ലാ വാർത്താ ബുള്ളറ്റിലും ഒക്കെ തന്നെ ഇതിൻ്റെ വാർത്തകളുണ്ടാകും. ജ്യോതിർഗമയ ആസ് എ പ്രോഗ്രാം ഇനി നമ്മൾ ചെയ്യുക. അടുത്ത ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജ്യോതിർഗമയുടെ അടുത്ത ഘട്ടം നമുക്ക് അടുത്ത ഞായറാഴ്ച രാവിലെ തത്സമയം സംപ്രേഷണം ചെയ്യാം 11 മണിക്ക്. അപ്പോൾ ഈ അവബോധ യജ്ഞത്തിൽ, ഈ ബോധവൽക്കരണ യജ്ഞത്തിൽ എല്ലാവരും അണിചേരണം എന്ന് പറയുന്നു.